ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോൺസിലും പല AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിൽ വരുന്ന ഒരു AI ഫീച്ചറാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫോട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ പൊതുവേ ഇത് ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിലും ഇപ്പം ഐഫോൺ തന്നെ 16 സീരീസ് മുതലുള്ള ഫോണുകളിലൊക്കെയാണ് ഇത് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫോണിലും ഇത് ചെയ്യാവുന്നതാണ്. ഈവൻ ഇല്ലാത്ത ഫോണുകളിലും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 4 കൊല്ലം പഴക്കമുള്ള ഫോൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഫോട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് പോക്കോ X3 എന്നുള്ള സ്മാർട്ട് ഫോണാണ്. കുറേ പഴയ ഫോണാണ്. ഇപ്പം ഇതിൽ AI ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ക്വൻ എന്നുള്ള ഒരു AI ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്വൻ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ചാറ്റ് ബോട്ട് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പിലുള്ള മോഡൽ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇമേജ് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ സെലക്ട് ആയതിനു ശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫയൽസ് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഫയൽസ് സെലക്ട് ചെയ്തു. എന്നിട്ട് എഡിറ്റ് ചെയ്യേണ്ട പിക്ചർ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ മുഴുവൻ റിമൂവ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് റിമൂവ് എവ്രി വൺ ഫ്രം ബാക്ക്ഗ്രൗണ്ട്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വളരെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോണുകളിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ഇതിൽ ചെയ്യുന്നുണ്ട് എന്നാണ്. പിന്നെ ഇതിന് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ജസ്റ്റ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഫീച്ചർ മാത്രമല്ല ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എഡിറ്റിംഗ് നടത്താവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവർക്ക് തൊപ്പി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതും കൂടി എൻ്റർ ചെയ്തപ്പം ആ ഒരു ക്യാപ്പ് അവരുടെ തലയിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ AI ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഫോട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.